Dear students, 8th standard mathematicsile chapter number 3 polygons അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതണം. ചാപ്റ്റർ നമ്പർ 3 പോളിഗൺസ്. എന്താണ് പോളിഗൺ? നമ്മൾ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഒരു പോളിഗൺ ഷേപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽപ്പെട്ട ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് അതിൽ കാണാം. കെമിസ്ട്രിയിലെ ചില ബോണ്ടുകളെ പറ്റിയാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പിക്ചറുകൾ അല്ലേ, ടൈൽ കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന പല ഷേപ്പുകൾ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷേപ്പുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ മറ്റൊന്ന് നിങ്ങൾക്ക് കാണാം, നമ്മുടെ വെണ്ടയ്ക്ക അല്ലേ, മുറിച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഫിംഗർ അല്ലേ, അത് മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഷേപ്പ്. അതേപോലെ തന്നെ തേനീച്ച കൂട് കിട്ടുന്നത് ഒരു പ്രത്യേക ഷേപ്പില്ല അല്ലേ, ഈ ഷേപ്പുകൾ. ഇങ്ങനെയുള്ള ഷേപ്പുകളെ പറ്റി ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നടത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ എവിടെയും ഈ പോളിഗൺസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് പോളിഗൺസ്, ഏതൊക്കെയാണ് പോളിഗൺസ് എന്നുള്ളതാണ് ഇനി അടുത്ത ക്ലിപ്പിൽ ഞാനിതിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം, പോളിഗൺസ് നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് വൺ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. സെക്കൻഡ് വൺ ക്വാഡ്രിലാറ്ററൽ, അടുത്തത് പെൻറ്റഗൺ, നെക്സ്റ്റ് ഹെക്സഗൺ, നെക്സ്റ്റ് ഹെപ്റ്റഗൺ, നെക്സ്റ്റ് ഒക്ടഗൺ, അടുത്തത് നൊണഗൺ, ലാസ്റ്റ് വൺ ഡെക്കാഗൺ. ലാസ്റ്റ് വൺ ഡെക്കാഗൺ ഞാൻ അതിൽ പറഞ്ഞതിൽ ലാസ്റ്റാണ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിനെ പിന്നെ പറയുന്നത് നമുക്ക് പോളിഗൺ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ 10 വരെയെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ ഞാൻ സൈഡ് അതേപോലെ തന്നെ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡ് 3 ട്രയാങ്കിൾ എന്നല്ല അത് എഴുതിയത്. 3 സൈഡ് വരുന്ന പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കിൾ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. 4 സൈഡ് വരുന്ന പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. 5 സൈഡഡ് ഫിഗറിനെ വിളിക്കുന്ന പേരാണ് പെൻറ്റഗൺ. 6 സൈഡ് ഉള്ളത് ഹെക്സഗൺ, 7 സൈഡ് വരുന്നത് ഹെപ്റ്റഗൺ, 8 സൈഡ് വരുന്നത് ഒക്ടഗൺ, 9 സൈഡ് വരുന്നത് നൊണഗൺ, 10 സൈഡ് വരുന്നത് ഡെക്കാഗൺ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് കോമൺ ആയിട്ട് പോളിഗൺ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ 12 സൈഡുള്ളതിന് നമ്മൾ പേരൊന്നും വിളിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് വിളിച്ചാൽ മതി, പോളിഗൺ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് കേട്ടോ. യെസ്, ക്ലാസ് ശ്രദ്ധിക്കണം. ഈ 3 സൈഡ് വരുന്ന അതേപോലെ തന്നെ അതിൻ്റെ ആംഗിൾസിനും ഒരു പ്രത്യേകതയുണ്ട്. ആ സെയിം നമ്പർ ഓഫ് ആംഗിൾസ് തന്നെയാണ് അതിൽ വരുന്നത്. ഓക്കെ. അപ്പം 3 സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം, അതിന് 3 ആംഗിൾസും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ട്രയാങ്കിളിൽ 1, 2, 3 ഉണ്ടോ, 3 ആംഗിൾസ് വരുന്നുണ്ട്. റെഡിയല്ലേ? ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 4 ആംഗിൾസ് വരുന്നുണ്ട്. 4 സൈഡ് 4 ആംഗിൾ ഉണ്ടോ, 1, 2, 3, 4 സൈഡ് 4 ആംഗിൾ. പെൻറ്റഗൺ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 5 സൈഡ് ഉണ്ട്, 5 ആംഗിൾസ് ഉണ്ട്, 1, 2, 3, 4, 5 കണ്ടോ. ഹെക്സഗൺ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 6 ആംഗിൾസ് വരുന്നുണ്ട്, 1, 2, 3, 4, 5, 6 കണ്ടോ. 6 ആംഗിൾസ് ആൻഡ് 6 സൈഡ്സ്. അപ്പോൾ ഈ പോളിഗണിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്പർ ഓഫ് സൈഡും നമ്പർ ഓഫ് ആംഗിളും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ട്രയാങ്കിൾ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്ത് വെക്കുക. ഇനി ഞാൻ എക്സ്ട്രാ ഒന്ന് കാണിക്കുകയാണ്, ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണ്ട. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 1, 2 സൈഡും 1 ആംഗിളും. ഇത് നമുക്ക് പോളിഗൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല.
അതുകൊണ്ടാണ് 2 സൈഡുള്ളത് നമുക്ക് പോളിഗണിൽ ഇല്ലാത്തത് കണ്ടോ. പിന്നെ അതേപോലെ 1 സൈഡുള്ളത് തീരെ ഇല്ല. 1 സൈഡ് വരുമ്പോൾ ആംഗിൾ വരുന്നില്ലല്ലോ, ഒരു ലൈൻ മാത്രമല്ലേ വരുന്നുള്ളൂ, ലൈൻ സെഗ്മെൻറ്റ് മാത്രം. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ടിലേക്ക് ഇത് നീറ്റായിട്ട് കോപ്പി ചെയ്യുക. പ്രത്യേകം പറയാനുള്ള ഇതിൻ്റെ സൈഡ്സ് ഒന്നും സെയിം ആയിക്കൊള്ളണമെന്നില്ല, ആംഗിൾസ് സെയിം ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ സെക്കൻഡ് വൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു സ്ക്വയർ പോലെയാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് സ്ക്വയർ ആയിട്ട് തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് തോന്നിയ പോലെ വരയ്ക്കാം. 4 സൈഡും 4 ആംഗിളും ഉണ്ടായിച്ചാൽ മതി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെയൊക്കെ വരച്ചു വെക്കാം കേട്ടോ, ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇത് വരരുത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ സൈഡും ആംഗിളും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല, സൈഡിൻ്റെ ലെങ്ത്തുകൾ സെയിം ആവണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ വരയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ആംഗിൾസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ട്രയാങ്കിളിൽ എല്ലാവർക്കും അറിയാം, ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നോക്കിയേ, ഇതെത്ര ഉണ്ടാവുക നിങ്ങൾക്കറിയാം. ഇത് ഞാനിങ്ങനെ ഒരു ഡയഗണൽ ഈ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ 180, ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോൾ അതിൻ്റെ വരുന്നത് 360 ആയിരിക്കും. നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഇത് നിങ്ങൾ എഴുതണ്ട. അടുത്തത് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 ട്രയാങ്കിൾസ് ആയിട്ട് മാറി കണ്ടോ. 180, ഇതിൻ്റെ 180, ഇതിൻ്റെ 180. അപ്പോൾ 3 കൂടെ ആഡ് ചെയ്താൽ 540 ഡിഗ്രി. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ കേട്ടോ, അതല്ലെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ആൻ എൻ സൈഡഡ് പോളിഗൺ ഈസ് n-2 × 180. n-2 × 180 ആണ് പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സാണ് കേട്ടോ. ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എന്നാണ് കൊടുത്തത്. അപ്പോൾ കുഴപ്പമില്ല, ആംഗിൾ ആണെങ്കിലും സെയിം ആണ്. അപ്പോൾ ഞാനിവിടെ 1, 2, 3 ആംഗിൾസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 3. സോ സം ഓഫ് ഇന്നർ ആംഗിൾ ഈക്വൽ ടു, ലിസൺ, സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 × 180 കേട്ടോ. ഇതിലേക്ക് വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് 3 - 2 × 180. വാട്ട് ഈസ് 3 - 2? 1 × 180. ദാറ്റ് ഈസ് 1 × 180 ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി കേട്ടോ. ഇതേപോലെ ഞാൻ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാൻ പോവാം. അടുത്തത് ക്വാഡ്രിലാറ്ററൽ. ഇതേപോലെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം 90 ഡിഗ്രി ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് 90 ഡിഗ്രി അല്ല കേട്ടോ. ഹിയർ n ഈസ് ഈക്വൽ ടു, അപ്പോൾ അത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്ത് പോരിട്ടോ. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ കോപ്പി ചെയ്യുക, അതിനുശേഷം ക്വാഡ്രിലാറ്ററൽ കോപ്പി ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നെയിം എന്താ? ക്വാഡ്രിലാറ്ററൽ. ഹിയർ n ഈസ് ഈക്വൽ ടു 4 ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾ is equal to n-2 × 180 degree. Here n is 4, that is 4 - 2 × 180 degree, that is 2 × 180 degree. 2 × 180 is 360 degree. ഓക്കെ, അപ്പോൾ ഈ 4 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 360 ആയിരിക്കും. പക്ഷേ ഓരോന്നും എത്രയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ആംഗിൾസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ആംഗിൾസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഒന്ന് എഴുതിയടിക്ക് വേഗം. അടുത്തത് പെൻറ്റഗൺ. ഇവിടെ 1, 2, 3, 4, 5. n ഈസ് ഈക്വൽ ടു 5. സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 × 180. Here n is 5, that is 5 - 2 × 180, that is 3 × 180. 3 × 180 is, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാ, 540 ഡിഗ്രി അല്ലേ? 540 ഡിഗ്രി. അപ്പോൾ ഇതിലെ ഇന്നർ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ സെയിം ആയിക്കോളൂ കേട്ടോ. സെയിം ആയിരിക്കില്ല, സൈഡ്സ് ഒക്കെ ഡിഫറെൻറ്റ് മെഷർമെൻ്റ് ആയിരിക്കും, ആംഗിൾസ് ഒക്കെ ഡിഫറെൻറ്റ് മെഷർമെൻ്റ് ആയിരിക്കും. പക്ഷേ എങ്ങനെ വരച്ച് കഴിഞ്ഞാലും ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 540 ഡിഗ്രിയാണ് കേട്ടോ. നെക്സ്റ്റ് ഹെക്സഗൺ.
അപ്പോൾ ഹെക്സഗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആംഗിൾസ് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം n ഈസ് ഈക്വൽ ടു 6 ആണ് വരിക. ഉണ്ടോ? 6 സൈഡഡ് ഫിഗർ ആണ്, അല്ലെങ്കിൽ 6 ആംഗിൾഡ് ഫിഗർ ആയിരിക്കും ഹെക്സഗൺ. ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 into 180. That is 6 minus 2 into 180. That is 4 into 180. What is 4 into 180? 4 into 180 is 720 degree. കേട്ടോ? അപ്പോൾ ഇതിലെ എല്ലാ ആംഗിളൂടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 720 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ഹെപ്റ്റഗൺ. ഹെപ്റ്റഗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിയർ n ഈസ് ഈക്വൽ ടു 7. ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിക്കൊള്ളണം കേട്ടോ. ഓർഡറിൽ ഇങ്ങനെ എഴുതി പോരിയ പിക്ചർ വരയ്ക്കുക, നോട്ടിലേക്ക് എഴുതുക. സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 into 180. Here n is 7. That is 7 minus 2 into 180. What is 7 minus 2? That is 5. 5 into 180. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാവരും 5 into 180. 5 into 180 എത്ര വരിക? 900. ഓക്കെ, 900 ഡിഗ്രി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒക്ടഗൺ. ഒക്ടഗണിൻ്റെ പ്രത്യേകത n is 8. സം ഓഫ് inner angle is equal to n-2 into 180. Here n is 8. That is 8 minus 2 into 180. 8 minus 2 is 6. 6 into 180. What is 6 into 180? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാവരും 1080 കേട്ടോ. 1080. ഓക്കെ, 1080. അപ്പോൾ അതും നോട്ടിലേക്ക് എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഒഴിക്കാൻ പറഞ്ഞില്ല, എല്ലാം ഇതുവരെ പറഞ്ഞതെല്ലാം നോട്ടിലേക്ക് എഴുതിക്കൊള്ളണം ഓർഡറിൽ. അടുത്ത നൊണ്ടകൻ കൗണ്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം 9 സൈഡ് ഉണ്ട് അല്ലേ, 9 ആംഗിൾസ് അല്ലെങ്കിൽ 9 സൈഡ് ഉണ്ട്. അപ്പോൾ മറ്റൊന്ന് ഈ ഫിഗറും നിങ്ങൾ നോട്ടിൽ ഡ്രോ ചെയ്യണം കേട്ടോ. അല്പം ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നിങ്ങൾ അതൊന്ന് ഡ്രോ ചെയ്യണം. ഓക്കെ. സം ഓഫ് ഇന്നർ ആംഗിൾ ഈക്വൽ ടു, ഞാനിവിടെ എഴുതാം, സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 into 180. Here n is 9. That is 9 minus 2 into 180. 9 minus 2 is 7. 7 into 180. Then 7 into 180 is equal to 1260. Okay, 1260. Okay. Then last one, decagon. ഫിഗർ ഡ്രോ ചെയ്യണം കേട്ടോ. ഡെക്കാഗണൊക്കെ വരയ്ക്കാൻ അല്പം പ്രശ്നം ഉണ്ടാവും, അത് ഏകദേശമായിട്ട് വരയ്ക്കി കേട്ടോ. കറക്റ്റ് ഒന്നും ആവണമെന്നില്ല, എന്നാലും ആ ഫിഗർ അവിടെ നിന്നോട്ടെ. ഹിയർ കളർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. n ഈസ് ഈക്വൽ ടു 10. ഓക്കെ, തൊട്ട് മുമ്പ് എത്രയായിരുന്നു? 9 അല്ലേ? ഓക്കെ, ഹിയർ 10. സം ഓഫ് ഇന്നർ ആംഗിൾ ഈക്വൽ ടു, സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 into 180. Here n is 10. That is 10 minus 2 into 180. That is 8 into 180. What is 8 into 180? നോക്കാം അല്ലേ. 8 into 180. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1440 എന്നാണ് കിട്ടുക. 1440 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി ചെയ്ത് പഠിക്കുക കേട്ടോ. നെയിമും ഇതിൻ്റെ ആംഗിൾസ് ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, വാല്യൂ കണ്ടുപിടിക്കുന്നത് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾ ഓഫ് എ 52 സൈഡഡ് പോളിഗൺ? അപ്പോൾ ഇവിടെ n ഈസ് ഈക്വൽ ടു 52 ആണ്. ഉണ്ടോ? n ഈസ് ഈക്വൽ ടു 52.
സം ഓഫ് ദി ആംഗിൾ ഓഫ് എ 52 സൈഡഡ് പോളിഗൺ. നിങ്ങൾ ഫിഗർ ഡ്രോ ചെയ്യാനൊന്നും പോകണ്ട, 52 സൈഡഡ് പോളിഗൺ വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, നോട്ടിൽ കഴിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാണ് ഏതാണെന്ന് നോക്കിയോ, സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 into 180. ഹിയർ n ഈസ് 52. ഓക്കെ, അപ്പോൾ എങ്ങനെ വരിക പറ? 52 minus 2 into 180. What is 52 minus 2? 50. 50 into 180. ഉണ്ടോ? അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 50 into 180 എന്താ വരികയെന്ന്? 9000 ഡിഗ്രി ഉണ്ടാവും. ഉണ്ടോ? എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9000 ഡിഗ്രി ഉണ്ടാവും. വട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾ ഓഫ് എ 52 സൈഡഡ് പോളിഗൺ? അതിൻ്റെ ആൻസറാണ് 9000 കേട്ടോ. അടുത്തത്, സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അപ്പോൾ ഞാനിവിടെ ഇതാണ് നമ്പർ ഓഫ് ആംഗിൾ ഈക്വൽ ടു നമ്പർ ഓഫ് ആംഗിൾ ഈസ് ഈക്വൽ ടു n. ആംഗിളിൻ്റെ എണ്ണം n എടുത്ത്, സൈഡിൻ്റെ എണ്ണം n ആയിരിക്കും. ഓക്കെ, സോ സമ്മ് കാണാൻ ഇക്വേഷൻ പറ. n-2 into 180. പ്രത്യേകത പറയാം, ഇവരിത് വെച്ച് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ആൻസർ എത്ര ഒന്ന് നോക്കിയേ. 8100. ഈ ഡിവൈഡഡ് ബൈ 180 റൈറ്റ് സൈഡിലോട്ട് മാറിയാൽ എന്താവും ഇവിടെ? ഡിവിഷൻ ആവും അല്ലേ? സോ n-2 ഈസ് ഈക്വൽ ടു എന്താ വരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. n-2 ഈസ് ഈക്വൽ ടു 8100 ഡിവൈഡഡ് ബൈ 180. ഇവിടെ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് n-2 ഈസ് ഈക്വൽ ടു 810 ഡിവൈഡഡ് ബൈ 18. എൻ്റെ ചോദ്യം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയൊരു നമ്പർ പറയും. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഞാൻ പറയാം, 9. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും അതെങ്ങനെ 9? എനിക്കറിയാം 81-ൽ എത്ര 9 ഉണ്ട് പറയും. 81-ൽ എത്ര 9 ഉണ്ട്? 9 കൂടെ ഒരു 0യും. അപ്പം ന്യൂമറേറ്ററിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എത്ര പറയൂ? 81-ൽ 9 ടൈംസ് പിന്നെ കൂടെ 0 ഡിവൈഡഡ് ബൈ 80-ൽ എത്ര 9 ഉണ്ട്? 2. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ 45 എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് n-2 ഈസ് ഈക്വൽ ടു 45. That is n is equal to 45 plus 2, that's equal to 47. Finish. അപ്പോൾ n is equal to 47 സൈഡ് ഉണ്ട് ഇതിന്, 47 ആംഗിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ എഴുതണം. therefore നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 47 സൈഡുള്ള ഒരു പോളിഗൺ ആണിത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 1600 ഡിഗ്രി അല്ലേ? ഏതെങ്കിലും ഇതിൻ്റെ 1600 ഡിഗ്രി ആവുമോ? അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. എങ്ങനെയാ? നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. n-2 into 180 ഈസ് ഈക്വൽ ടു 1600. ദെൻ n-2 ഈസ് ഈക്വൽ ടു 1600 ഡിവൈഡഡ് ബൈ 180. നേരത്തെ ചെയ്ത പോലെ 0 ക്യാൻസൽ ചെയ്യാം. ഇനി രണ്ടിലും ഡിവിസിബിൾ ആയ നമ്പർ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ n-2 ഈസ് ഈക്വൽ ടു ആൻസർ ഇങ്ങോട്ട് എടുത്ത് എഴുതണമല്ലോ, 160 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ എനിക്കിപ്പോൾ ഒരു നമ്പറും ഇല്ല. എന്നാൽ പിന്നെ ഞാൻ രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. അപ്പോൾ എന്താ എനിക്ക് കിട്ടുക പറ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 160യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി എല്ലാവരും 80 ഡിവൈഡഡ് ബൈ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 9. അപ്പോൾ 80/9 എന്നാണ് കിട്ടിയത്. ഇത് ഡിവിസിബിൾ ആണോ? അല്ല അല്ലേ? അപ്പോൾ ഞാനിവിടെ ഏതാണ്? നോട്ട് ഡിവിസിബിൾ. കണ്ടോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഡെസിമൽ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 81 ആണെങ്കിൽ കറക്റ്റ് 9 ടൈംസ് പറയാം. 80 ആണെങ്കിൽ ഡെസിമൽ വരൂലേ, പോയിന്റ് വരൂലേ? അപ്പോൾ പോയിന്റ് വരിക എന്ന് വെച്ചാൽ അങ്ങനെ പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 2നെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയാണ്,
ഇത് 8.9 സംതിങ് വരുന്നത് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്നറിയോ? 8.888888 എന്നാണ്. അങ്ങനെ നമ്മൾ എണ്ണം പറയലുണ്ട്, സൈഡ് നമ്മൾ എണ്ണലുണ്ട്. അപ്പം 2 ആഡ് ചെയ്താൽ 10.8888. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് പറയാം, ആ പൊളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 10.8888 ആണ്. അങ്ങനെ വരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്തില്ല, നോട്ട് ഡിവിസിബിൾ. അപ്പോൾ ഇന്നൊരു എന്ത് ചെയ്താം, therefore the sum will not be 1600. ഓക്കെ. സെയിം മെത്തേഡിൽ നിങ്ങൾ 9000 ഒന്ന് ചെയ്ത് നോക്കിയേ. 900 എങ്ങനെ വരിക? 900 എങ്ങനെ വരിക? അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കൺക്ലൂഷൻ എഴുതി വെക്കുക കേട്ടോ. ദെൻ സെയിം മെത്തേഡിൽ ഞാൻ അടുത്ത് ചെയ്യാൻ പോവാണേ. നോക്കാം. n-2 into 180 is equal to n-2 into 180 is equal to 900 അല്ലേ? 900. Then n-2 is equal to 900 divided by 180. 0 ക്യാൻസൽ ചെയ്യാം. ഇനി നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഡിവിഷൻ ഇവിടെ പോസിബിൾ ആണല്ലോ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തൂല്ലേ? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യാം. 90ൽ എത്ര 9 ഉണ്ട്? 10. 80ൽ എത്ര 9 ഉണ്ട്? 2. That is n-2 is equal to 10/2, that is 5. That is n is equal to 5. റൈറ്റ് സൈഡിൽ നിന്ന് 2 ഇവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 റൈറ്റ് സൈഡിൽ വരും, +2 ആയി. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 7. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഹൗ അബൌട്ട് 900? അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. ഓക്കെ അല്ലേ? ഇത് പോസിബിൾ അല്ലേ? ഇറ്റ് ഈസ് പോസിബിൾ. ഇനി എൻ്റെ ആൻസർ ഇതാണ്. എന്താണ്? ഇറ്റ് ഈസ് ആൻ ഹെപ്റ്റഗൺ അല്ലേ? ഹെപ്റ്റഗണിൻ്റെ ആംഗിൾ അല്ലേ നിങ്ങൾ നോക്കിയേ 900 കിട്ടിയത്? ഓക്കെ. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ എഴുതി. ഇനി ഓൾ ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡഡ് പോളിഗൺ ആർ സെയിം. ഓൾ ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡഡ് പോളിഗൺ ആർ സെയിം അല്ലേ? ഒരു 20 സൈഡഡ് പോളിഗണിൻ്റെ എല്ലാ സൈഡും സെയിം ആണ് എന്ന്. അപ്പോൾ നമുക്ക് ചോദ്യം ഹൗ മച്ച് ഈസ് ഈച്ച്, ഓരോന്ന് എത്ര ഉണ്ട് എന്ന്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ എങ്ങനെ പറയാം? n-2 into 180 ഈസ് ഈക്വൽ ടു, നമുക്കറിയില്ല അല്ലേ, ഓൾ ആംഗിൾസ് ഓഫ് എ 20 സൈഡഡ് പോളിഗൺ. അതാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾ. അപ്പോൾ ഇവിടെ എഴുതേണ്ടിയിരുന്നു സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 into 180. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 - 2 into 180 ഉണ്ടോ? 20 - 2 into 180 എത്ര ഉണ്ടാവും? 20 - 2 into 180 18 into 180 ഉണ്ടോ? 18 into 180 ആണ് ഇനി കാണേണ്ടത് അല്ലേ? 18 into 180. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 18 into 180 എത്രയാണ്? 3240 ഡിഗ്രിയാണ് ടോട്ടൽ അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾ. therefore one angle is equal to 3240 by എത്ര സൈഡ് ഉണ്ട്? 20 സൈഡ് അല്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും. അപ്പോൾ 324 ഉണ്ടോ? 324 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 324നെ നിങ്ങൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാണ് വരിക? 324നെ ഡിവൈഡ് ചെയ്താൽ 32നെ ഡിവൈഡ് ചെയ്താൽ 16 അല്ലേ? 4നെ ഡിവൈഡ് ചെയ്താൽ 2. 162 ഡിഗ്രിയാണ് ഓരോ ആംഗിളും വരിക. എല്ലാ ആംഗിളും സെയിം ആണെങ്കിൽ ഓരോ ആംഗിളും 162 ഡിഗ്രി വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യുക കേട്ടോ. അടുത്തത് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980. വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്? ഒരെണ്ണം കുറവാണെങ്കിൽ എത്ര? വാട്ട് അബൌട്ട് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ? ഒരു സൈഡ് കൂടുമ്പോൾ എത്ര? അപ്പം നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം അല്ലേ? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 എന്ന് പറഞ്ഞാൽ n-2 into 180 ആണ്. n-2 into 180 ആണ് ഇവർ പറയുന്ന 1980 സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ. ശരിയല്ലേ? ഇതല്ലേ 180 എന്ന് അവർ പറഞ്ഞേ. സോ n-2 ഈസ് ഈക്വൽ ടു 1980 ഡിവൈഡഡ് ബൈ 180. അപ്പം നമുക്കറിയാം ഇത് രണ്ടും കട്ടായി പോവും അല്ലേ? കട്ട് ചെയ്തു പോവും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവരും. സോ ഞാനിവിടെ എഴുതാം n-2 ഈസ് ഈക്വൽ ടു 198നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവരും. 198നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 22 ഉണ്ടോ? 22 ഡിവൈഡഡ് ബൈ 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 2.
അപ്പോൾ n മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് 11. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 11 പ്ലസ് 2 ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 13. എന്താണ് 13 സൈഡഡ് പോളിഗൺ ആണിത് കേട്ടോ. 13 സൈഡഡ് പോളിഗൺ ആണിത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 1980 എന്ന് പറയുന്നത് 13 സൈഡുള്ള ഒരു പോളിഗണാണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി പോളിഗൺ വിത്ത് വൺ ആംഗിൾ ലെസ്. അപ്പോൾ ഒരു ആംഗിൾ ലെസ് ആണെങ്കിൽ എത്രയാ 12 വെച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് 12 വെച്ചിട്ട്, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണേ. എന്നിട്ട് ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹിയർ n ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 12 കേട്ടോ. 13 വെച്ചാണ് നമ്മൾ പറഞ്ഞത്, ഇനി 12 വെച്ച് പറയണം. അപ്പോൾ 12 വെച്ച് പറ. സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുക n മൈനസ് 2 ഇൻറ്റു 180 കേട്ടോ. ഹിയർ n ഈസ് 12, ദാറ്റ് ഈസ് 12 മൈനസ് 2 ഇൻറ്റു 180. ഓക്കെ, വാട്ട് ഈസ് 12 മൈനസ് 2? ദാറ്റ് ഈസ് 10 ഇൻറ്റു 180. വാട്ട് ഈസ് 10 ഇൻറ്റു 180? 1800 ഡിഗ്രി. ഓക്കെ, 1800 ഡിഗ്രി. അടുത്തത് ഇനി നമുക്ക് അടുത്ത വാട്ട് അബൌട്ട് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ അല്ലേ, ഒരു സൈഡ് കൂടുതലാണെങ്കിൽ എത്ര ഉണ്ടാവും. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതാൻ പോവാണ്. തേർഡ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ n ഈസ് ഈക്വൽ ടു 14 എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n മൈനസ് 2 ഇൻറ്റു 180. ഇനി പറ വാട്ട് ഈസ് n എത്രയാണ് അവിടെ? 14 എടുക്കണം അല്ലേ, 13നേക്കാൾ ഒന്ന് കൂടി. അപ്പോൾ 14 മൈനസ് 2 ഇൻറ്റു 180. Then what is 14 minus 2? That is 12 into 180. Then what is 12 into 180? Multiply the എല്ലാവരും 12 into 180. 2000 എത്ര കിട്ടിയേ? 2160 ഡിഗ്രി. ഓക്കെ, 2160 ഡിഗ്രി. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലിസൺ, ഔട്ടർ ആംഗിൾ. എന്താണ് ഔട്ടർ ആംഗിൾ? നമുക്ക് ട്രയാങ്കിളിൻ്റെ പുറത്ത് കാണുന്ന ഈ ആംഗിൾസിനെയാണ് ഔട്ടർ ആംഗിൾ എന്ന് പറയാം കണ്ടോ. അപ്പോൾ ഇതെല്ലാത്തിലും ഈ ആംഗിൾസ് നമുക്ക് കാണാം. ഔട്ടർ ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമല്ല, ക്വാഡ്രിലാറ്ററലുണ്ട് കണ്ടോ, പെൻറ്റഗണിലുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ഔട്ടർ ആംഗിളിന് എന്ത് പ്രത്യേകതയുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പ്രത്യേകത കാണിക്കാൻ പോവാം. ഇവിടെ എക്സ്, ഇവിടെ വൈ, ഇത് സെഡ്, എക്സ് വൈ സെഡ്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ഞാനിവിടെ എഴുതുകയാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ക്ലിയർ ആണോ? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും താഴെയുള്ളത്? ഇത് 180 മൈനസ് എക്സ് ആണ്, ഇത് 180 മൈനസ് വൈ ആണ്, ഇതോ 180 മൈനസ് സെഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ഈ ഔട്ടർ ആംഗിൾസ് ആഡ് ചെയ്ത് എത്ര ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഔട്ടർ ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത് പറ. 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ പ്ലസ് 180 മൈനസ് സെഡ്. അപ്പോൾ ഇവിടെ എത്ര 180 ഉണ്ടോ? 180 180 180 മൂന്നും പ്ലസ് അല്ലേ. അപ്പോൾ 3 180 ആഡ് ചെയ്യുമ്പോൾ 540 ആയി കണ്ടോ. 540 മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ എന്താ കാണാൻ പോകുന്നത്? സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് താഴെ 540 മൈനസ്, എല്ലാത്തിലും മൈനസ് ഉണ്ടല്ലോ, മൈനസ് ഇങ്ങ് ഔട്ട് സൈഡ് എടുത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് കണ്ടോ. അതായത് 540 മൈനസ് 360 അല്ല 180 അല്ലേ. 540 മൈനസ് 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ഈ ഔട്ടർ ആംഗിൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? ട്രയാങ്കിളിലെ 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേകത പറഞ്ഞുതരാം. ഇവിടെയും നിങ്ങൾ ഡ്രോ ചെയ്യണം കേട്ടോ. അതൊക്കെ ഡ്രോ ചെയ്യേണ്ടതാണ്. എക്സ് വൈ സെഡ് ഡബ്ല്യു. ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു പ്രത്യേകത കാണാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും കണ്ടോ. ഔട്ടർ ആംഗിൾ ആഡ് മാറിപ്പോയാൽ 360 ഡിഗ്രിയാണ്, 180 അല്ല. ഔട്ടർ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് വരിക? 360 ഡിഗ്രി ആയിരിക്കും. അപ്പം മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പറഞ്ഞു. മൂന്നാമത്തെ ഫിഗർ ഇതാണ് കേട്ടോ. പെൻറ്റഗൺ സൈഡ്സ് ആംഗിൾസ്, ഔട്ടർ ആംഗിൾസ്
3 അല്ല 5 സൈഡ് ഉണ്ട് അല്ലേ, 5 ആംഗിൾസ് ഉണ്ട്, 5 സൈഡ്സ് ഉണ്ട്, 5 ഇന്നർ ആംഗിൾ, 5 ഔട്ടർ ആംഗിൾ. അപ്പോൾ ഞാൻ ഈ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ ഉണ്ടോ, ഈ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതും ആംഗിൾ വരുന്നത് 360 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മളൊരു കൺക്ലൂഷനിൽ എത്താൻ പോവാണ്, ശ്രദ്ധിച്ചോളി. ഏതൊരു പോളിഗൺ നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. അതിന് വേറെ ഇക്വേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരാൻ പോകണ്ട. മനസ്സിലായോ? ട്രയാങ്കിൾ ആയിക്കോട്ടെ, ക്വാഡ്രിലാറ്ററൽ ആയിക്കോട്ടെ, പെൻറ്റഗൺ ആയിക്കോട്ടെ, ഹെപ്റ്റഗൺ ആയിക്കോട്ടെ, എക്സഗൺ ആയിക്കോട്ടെ, ഏത് ഫിഗർ ആയിക്കോട്ടെ, എത്ര സൈഡ് ഉണ്ടായിക്കോട്ടെ, ആ സൈഡിലുള്ള ഫിഗറിൻ്റെ ഒക്കെ സം ഓഫ് ഇന്നർ ആംഗിളും നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടി വരും ഇക്വേഷനിൽ കൊടുത്തിട്ട്. പക്ഷേ സം ഓഫ് ഔട്ടർ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? പറയൂ. സം ഓഫ് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി? പറ. 360 അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. സം ഓഫ് ഔട്ടർ ആംഗിൾ എല്ലാത്തിൻ്റെ എത്ര വരിക? 360 ഡിഗ്രി ആയിരിക്കും. ഇനി ലിസൺ, 2 angles of a triangle are 40 degree and 60 degree. Calculate its outer angle. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ട്രയാങ്കിള് ഞാനിവിടെ ഡ്രോ ചെയ്യാണ് കേട്ടോ. ട്രയാങ്കിൾ ഡ്രോ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫിഗറിൽ തന്നെ കാണിച്ചാൽ മതി. ഇവിടെ 40 ഡിഗ്രി നോക്കിക്കോണ്ടേ, 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി കണ്ടോ. ഇവിടെ എത്ര ഡിഗ്രിയാണ് വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഡിഗ്രിയാണ് വരിക? 40 + 60 100 ആയി. 100 ആകുമ്പോൾ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി കണ്ടോ. എന്നിട്ട് ഇതിട്ട് ഇങ്ങോട്ട് ലൈൻ ഡ്രോ ചെയ്യുക, ഇതിങ്ങോട്ട് ഡ്രോ ചെയ്യുക, ഇതിങ്ങോട്ട് ഡ്രോ ചെയ്യുക. ഇനി ഔട്ടർ ആംഗിൾ അല്ലേ കാണേണ്ടത്? എന്താ കാണേണ്ടത്? കാൽക്കുലേറ്റ് ഇറ്റ്സ് ഔട്ടർ ആംഗിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ എന്താ? എക്സ്റ്റീരിയർ ആംഗിൾ ആണിത്. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? പറ. 100 ഡിഗ്രിയാണ് കാണുന്നത്. ഇത് ആഡ് ചെയ്താൽ 180 അല്ലേ? 100 + 80. ഇത് ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവും? 120 ആയിരിക്കും കണ്ടോ. ഇത് ആഡ് ചെയ്താൽ എത്ര? 140 ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. ഫിഗർ കംപ്ലീറ്റ് ആയി. ലീനിയർ പെയർ ആയിരിക്കും. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയർ ആയിരിക്കും. ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഇൻ ദ ഫിഗർ ബിലോ. നമുക്ക് വേഗം ചെയ്യാം. 105 ആണിതെങ്കിൽ ഇത് 75 ആയിരിക്കും അല്ലേ? 75 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? 105ഉം ഇതിനുള്ളിലുള്ള ആംഗിളോടെ ലീനിയർ പെയർ ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് 75 ഡിഗ്രി. ഇവിടെ 35 ആണെങ്കിൽ ഇപ്പോൾ എത്ര വരിക? അത് 180 35 മൈനസ് ചെയ്യണം. എത്ര ഉണ്ടാവും? 145 ആണ് ഇവിടെ വരിക കേട്ടോ. ഇനി എൻ്റെ ചോദ്യം, ഇതിൻ്റെ ഇന്നർ ആംഗിൾ ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ, അത് എത്ര ഉണ്ടാവും? അത് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ 180ൽ നിന്ന് പറ ഏത് ആംഗിൾ മൈനസ് ചെയ്യുക? 35 മൈനസ് ചെയ്യാം. അതേപോലെ തന്നെ 75ഉം മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 70 ഡിഗ്രി എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഔട്ട് സൈഡിലുള്ള ആംഗിൾ എത്ര? 110 ആയിരിക്കും. കാരണം ഇത് രണ്ടോട് ആഡ് ചെയ്യുമ്പോൾ 180 വരണമല്ലോ. ഓക്കെ, അപ്പോൾ ഫിഗറിൽ മാർക്ക് ചെയ്യുക. ഫിഗർ തന്നെ കാണിച്ചാൽ മതി. അതിൽ തന്ന മെഷർമെൻറ്റ് നിങ്ങൾ പെന്നുകൊണ്ട് എഴുതുക. അതേപോലെ തന്നെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? പെൻസിലുകൊണ്ട് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ഇനി ഇതിൽ വരാം. ഇതിൽ നമുക്ക് ഓരോന്നോരോന്നങ്ങ് കണ്ടുപോകാം. നമുക്ക് കിട്ടുന്നൊക്കെ ഇതാ. ഇത് എത്ര ഉണ്ടാവും ഇടാ? നമുക്കറിയാം ഇത് 4 ആഡ് ചെയ്താൽ 360 ആണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? അപ്പം 360 ഡിഗ്രിയിൽ നിന്ന് പറയാം എത്രയൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്? ആദ്യം 130 മൈനസ് ചെയ്യണം അല്ലേ? 130 മൈനസ് ചെയ്യണം, 70 മൈനസ് ചെയ്യണം, അതിൽ നിന്ന് വീണ്ടും 60 മൈനസ് ചെയ്യുക. അങ്ങനെ എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 100 ആയിരിക്കും. അത് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് 100 ആണ്. ഇതിൻ്റെ ഔട്ട് സൈഡിൽ എത്ര? 80 ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ 180 വേണ്ടേ? 80 ഡിഗ്രി കൊടുത്തോളൂ കേട്ടോ. 80 ഡിഗ്രി. അപ്പോൾ 130 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും. സോ 70 ആണെങ്കിലോ ഇത് 110 ഡിഗ്രി കണ്ടോ. 60 ആണെങ്കിലോ ഇവിടെ 120 ഡിഗ്രി. ഈസി അല്ലേ? 120 ഡിഗ്രി. സിമ്പിൾ അല്ലേ? വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ഫിഗർ ഡ്രോ ചെയ്യുക, ഫൈൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ 70 ആണ്, 145 ആണ്. ഇവിടെ എത്ര ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ? 180ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 145 എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ എനിക്ക് 35 എന്നാണ് കിട്ടുന്നത്. 35 ഡിഗ്രി. അപ്പോൾ 35ഉം 70യുടെ 105 ആയി. അപ്പോൾ ഇത് 75 ഡിഗ്രി ആയിരിക്കും ഉണ്ടോ? 75 ഡിഗ്രി. ഇത് 75 ആണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര? 105 ഡിഗ്രി ഉണ്ടോ. അത് ആഡ് ചെയ്യുമ്പോൾ 180 വരണ്ടേ? അപ്പോൾ ഇത് 70 ആണ്. ഇവിടെ എത്ര? 110 ഡിഗ്രി ഉണ്ടോ. ഫിഗർ നന്നായിട്ട് ഡ്രോ ചെയ്യണം കേട്ടോ. നീറ്റായിട്ട് വരയ്ക്കുക. ഒന്നിച്ച് ഇതിൽ കാണിച്ച പോലെ ഇങ്ങനെ കൂട്ടി വരയ്ക്കണമെന്നില്ല. ഓരോന്നോരോന്ന് താഴെ വരച്ചാൽ മതി കേട്ടോ.
ഇനി ഇവിടെ 115 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ 180യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 115 ഡിഗ്രി മൈനസ് ചെയ്യണം. അപ്പോൾ എനിക്ക് 65 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 65 ഡിഗ്രി എന്ന് കിട്ടി. എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതിൽ തേർഡ് ആംഗിൾ ഇത് എത്ര ഉണ്ടാവും? ഫോർത്ത് ആംഗിൾ അത് നമ്മൾ 180 മൈനസ് ചെയ്യണം അല്ലേ? അതായത് 180 മൈനസ് പറയും 100 മൈനസ് പിന്നെ 75 മൈനസ് പിന്നെ എത്ര മൈനസ് ചെയ്യണം? 65 കൂടെ മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ 180 അല്ല കേട്ടോ, മാറിപ്പോയതാണ്. 180 നല്ല മൈനസ് ചെയ്യേണ്ടത്. എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 360 മൈനസ് ചെയ്യണം അല്ലേ? ഓക്കെ, 360 മൈനസ് ചെയ്യണം. 360 മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് എത്രയൊക്കെ മൈനസ് ചെയ്ത് 360യിൽ നിന്ന് 100 മൈനസ് ചെയ്യണം, 75 മൈനസ് ചെയ്യണം, 65 മൈനസ് ചെയ്താണ്. അപ്പോൾ ഓർഡറിൽ എങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കി വരിക 120 ഡിഗ്രിയാണ്. അത് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ 120 അവിടെ കിട്ടിയിട്ടുണ്ട്. ഔട്ട് സൈഡിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ 180 വരണം. ഇനി 75 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? 105 ഡിഗ്രി ആയിരിക്കും. 180 വരണം. ഇതേപോലെ നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടെ തേർഡ് ഫിഗറിൽ ഉണ്ടോ? ഇവിടെ 100 ആയിരിക്കണം കണ്ടോ. അതേപോലെ 95 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കണം? 85 ആയിരിക്കണം. കാരണം 85 95 കൂടെ വേണമല്ലോ നമുക്ക് എത്ര കിട്ടാൻ? 100 കിട്ടാൻ, അല്ല 180 കിട്ടണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആംഗിൾ ഇവിടെ കിട്ടാണ്ട്. അതേപോലെ ഇതിൻ്റെ ഔട്ടർ ആംഗിൾസ് അല്ലേ? ഔട്ടർ ആംഗിൾ ഇതിൽ കാണാൻ പറഞ്ഞത് നമ്മൾ കണ്ടു കഴിഞ്ഞ് കിട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഇത് എത്ര ഉണ്ടാവുക? ഇതിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരെണ്ണം കണ്ടാൽ മതി. അപ്പോൾ ഇത് 95 ആണ്, അത് മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് 95 ആയിരിക്കും, ഇവിടെ 85 ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് ഇത് വേണം. ഇത് എത്ര ഉണ്ടാവും ഒന്ന് പറഞ്ഞു നോക്കിയേ. അത് 360 മൈനസ് ചെയ്യണം അല്ലേ? 360 എത്രയൊക്കെ മൈനസ് ചെയ്യേണ്ടത്? 360 100 മൈനസ് ചെയ്യണം അല്ലേ? 360 കിട്ടിയ ആൻസറിന് 85 മൈനസ് ചെയ്താളണം. വീണ്ടും അതിൽ നിന്ന് വീണ്ടും ഒരു 85 കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 90 ആയിരിക്കും കണ്ടോ. 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിളിലും the outer angle at a vertex is equal to sum of inner angle at the other two vertices. വല്ലതും മനസ്സിലായോ? പറഞ്ഞുതരാം. ഇവിടെ ഉള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് കണ്ടോ, ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടിസസ്, അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. നമുക്കതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഞാൻ എക്സ് എന്നും ഇവിടെ ഞാൻ വൈ എന്നും കൊടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇത് എത്ര ഉണ്ടാവും? പറയൂ. അപ്പോൾ പല കുട്ടികളും പറയും ഇവിടെ സെഡ് എന്ന് കൊടുത്താൽ പോരെന്ന്. ഞാനത് സെഡ് എന്ന് കൊടുക്കുന്നില്ല. പറ, ഇത് രണ്ടും നമുക്ക് കിട്ടിയ മൂന്നാമത്തെ ആംഗിൾ എത്ര ഉണ്ടാവുക? അത് 180യിൽ നിന്ന് പറഞ്ഞോളൂ, 180 മൈനസ് വൈ പ്ലസ് സെഡ് ആയിരിക്കും അല്ലേ? അപ്പം ഞാനിവിടെ ഇതാണ്, ശ്രദ്ധിക്കണം. ഇത് വരുന്നത് 180 മൈനസ് എക്സ് പ്ലസ് വൈ. ഇതാ 180 മൈനസ് എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ വരിക. അങ്ങനെ വരുള്ളൂ എപ്പോഴും. രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിലെ 2 ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഇത് ലീനിയർ പെയറാണ്. അപ്പം ഞാൻ ഈ ലീനിയർ പെയറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇന്നർ ആംഗിൾ 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ 180 മൈനസ് എക്സ് ഉള്ളിൽ കാണിച്ചാൽ എന്തായിരിക്കും? ഔട്ടർ ആംഗിൾ പുറത്ത് എത്രയായിരിക്കും? എക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 180 മൈനസ് എക്സ് പ്ലസ് വൈ ഉള്ളിലുണ്ടെങ്കിൽ ഔട്ട് സൈഡിൽ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ഫിഗറിൽ കാണിച്ചു കഴിഞ്ഞു, കംപ്ലീറ്റഡ് ആയി. ഇനി ഇതിലൊന്നും എഴുതാനില്ല കണ്ടോ. അവരിപ്പോൾ ഒരു പറഞ്ഞ ഔട്ടർ ആംഗിൾ എത്ര? എക്സ് പ്ലസ് വൈ. ഇന്നർ ആംഗിൾ നോക്കി, ഇന്നർ ആംഗിൾ അറ്റ് ഓപ്പോസിറ്റ് വെർട്ടിസസ് എത്ര? എക്സും വൈയും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ അത് മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്രയും കാണിച്ചു വെച്ചാൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവാൻ. ആ എക്സാമ്പിളോടെ നിങ്ങൾ താഴെ കാണിച്ചോളൂ കേട്ടോ. ഇവിടെ ഞാൻ ഒരു 40 ഡിഗ്രി കാണിക്കുന്നു, ഇവിടെ ഞാനൊരു 70 ഡിഗ്രി കാണിക്കുന്നു. അപ്പോൾ എത്ര ഇത് രണ്ടും കൂടെ? 40 + 70 എത്ര? 110 അല്ലേ? 40 + 70 എത്ര? 110. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? 70 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര പറ?
ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ലീനിയർ പെയർ വെച്ച് പറ, വേഗം നിങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇല്ലേ. പറഞ്ഞോളി. എത്ര വരിക? 110 അല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ടർ ആംഗിൾ കിട്ടൂലേ? ഇതാ കറക്റ്റ് അല്ലേ? അത് ഏത് മെഷർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും കേട്ടോ. അടുത്തത്, സം ഓഫ് ദി ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. അത് നമ്മളിപ്പോൾ പറഞ്ഞതാ കേട്ടോ. ഔട്ടർ ആംഗിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഇപ്പം നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞെന്ന കാര്യം ഈ ഫിഗറിൽ മാർക്ക് ചെയ്യുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് ഇവിടെ എക്സ് വൈ സെഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ ഇവിടെ എഴുതുക എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി കണ്ടോ. അതേപോലെ ഇവിടെ നിങ്ങൾ അടുത്ത് എഴുതേണ്ടത് എക്സ് വൈ സെഡ് ഡബ്ല്യു കണ്ടോ. കഴിഞ്ഞു അല്ലേ? ലെറ്റേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാ കൊടുക്കുക? യു എന്ന് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇവിടെ എഴുതുക. ഈക്വൽ ടു എത്ര കൊടുക്കുക? 360 ഡിഗ്രി കേട്ടോ. എന്നാൽ പിന്നെ ഇനി എ ബി സി ഡി ഇ എഫ് ഉണ്ടോ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രി കണ്ടോ. അങ്ങനെ നിങ്ങൾ ഓർഡറിൽ എന്ത് ചെയ്യുക? ഈ 3 ഒന്ന് ഡ്രോ ചെയ്തിട്ട് താഴെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ടത്, എല്ലാ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിള് സം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി ഓൾ ആംഗിൾസ് ഇൻ ആൻ 18 സൈഡഡ് പോളിഗൺ ആർ ഈക്വൽ, ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ. അപ്പോൾ ഒരു പോളിഗണിൻ്റെ എന്താ പറഞ്ഞത്? ഒരു പോളിഗണിൻ്റെ ഓൾ ആംഗിൾസ് ഇൻ ആൻ 18 സൈഡഡ് പോളിഗൺ ആർ ഈക്വൽ. അപ്പോൾ ഒരു 18 സൈഡഡ് പോളിഗണിൻ്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ, ഓരോ ഔട്ടർ ആംഗിളും എത്ര ഉണ്ടാവുന്നു. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഞാൻ സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? ഔട്ടർ ആംഗിൾ ഓഫ് ആൻ 18 സൈഡഡ് പോളിഗൺ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ആൻ 18 സൈഡഡ് പോളിഗൺ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഉണ്ടോ. ഓൾ ആംഗിൾസ് ഇൻ ആൻ 18 സൈഡഡ് പോളിഗൺ ആർ ഈക്വൽ. ഇപ്പം ഞാനിവിടെ എഴുതാം സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ആൻ 18 സൈഡഡ് പോളിഗൺ ആർ അല്ലെ പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് എന്ത് വേണം പറ? ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ, ഓരോ ഔട്ടർ ആംഗിളും എത്ര ഉണ്ടാവുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ 360യെ എന്ത് ചെയ്യുക? 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഔട്ടർ ആംഗിളും ഇതേപോലെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360 ഡിവൈഡഡ് ബൈ 18 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 360 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, എന്താ വരിക? 360 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ഡിഗ്രി എന്നാണ് നിങ്ങൾക്ക് കിട്ടുക കണ്ടോ. അപ്പോൾ 20 ഡിഗ്രിയാണ് ഓരോ ഔട്ടർ ആംഗിളും വരിക. ക്ലിയർ ആണോ? അപ്പോൾ ഔട്ടർ ആംഗിൾ 20 ആണെങ്കിൽ ഇന്നർ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും ഓരോ ഇന്നർ ആംഗിളും? ഇപ്പോൾ ഫിഗർ ഇങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റൂല, കാരണം അത്രയും വലിയ ഫിഗർ ആയിരിക്കും അല്ലേ. ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് 20 ആണെന്ന് കിട്ടി. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് എത്ര ഉണ്ടാവുക? അപ്പോൾ പറയും 160 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 160 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ ആണ് ചോദിച്ചത്. അപ്പോൾ അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈച്ച് ഔട്ടർ ആംഗിളിന് ഇവിടെ എഴുതണം കേട്ടോ. ഈച്ച് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360/18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് PQ and RS of a quadrilateral shown below are parallel. Compute all inner and outer angles of the quadrilateral. PQ RS പാരലൽ ആണെങ്കിൽ ഈ ആംഗിൾ നിങ്ങൾക്ക് പറയാലടാ, നമ്മൾ പഠിച്ചാണല്ലോ. എന്താണ്? 110ഉം ഇവിടെയുള്ള ആംഗിളൂടെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അത് 70 ഡിഗ്രി ആയിരിക്കും. നമ്മൾ 7th പഠിച്ചാണ് അല്ലേ. 7th സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടെ 70 ഡിഗ്രി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാ പറ? 50 ഡിഗ്രി ആണെങ്കിൽ എത്ര ഡിഗ്രിയാ പറഞ്ഞോളി? അവിടെ 50 ഡിഗ്രി ആണെങ്കിൽ 130 ഡിഗ്രി ആയിരിക്കും അല്ലേ. 130 ഡിഗ്രി ആയിരിക്കും. എന്നാലല്ലേ ഇത് 180 വരുള്ളൂ. ഇത് രണ്ടും ആഡ് ചെയ്യണ്ടേ? 50 + 130 180 വരണ്ടേ? ഓക്കെ, ഇനി എന്താ കാണേണ്ടത്? കമ്പ്യൂട്ട് ഓൾ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇന്നർ ആംഗിൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഇവിടെ പോലെ ഔട്ടർ ആംഗിൾസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പറഞ്ഞേ, ഇവിടെ എത്ര ഡിഗ്രിയാ? 70 ഡിഗ്രി. ഇവിടെ എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. കണ്ടോ, 180 വരണ്ടേ?
അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര 130 ഡിഗ്രി, കാരണം 180 വരണം. അടുത്ത ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാ 110 ഡിഗ്രി. കണ്ടോ, സിമ്പിൾ അല്ലേ. അടുത്തത്, ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആൻ ഇന്നർ ആംഗിൾ. എല്ലാ ആംഗിളും ഈക്വൽ ആണ്. പിന്നെ വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആസ് ഇന്നർ ആംഗിൾ. ഹൗ മച്ച് ഈസ് ഈച്ച് ഇറ്റ്സ് ആംഗിൾ, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. നോക്കാം നമുക്ക് ഒന്നുകൂടി, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, എല്ലാ ആംഗിളും ഈക്വൽ ആണ് ഒരു പോളിഗണിൻ്റെ. അപ്പോൾ പോളിഗൺ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഫിഗറുകൾ പലതും ഉണ്ട് അല്ലേ, പക്ഷെ നമുക്ക് അതൊന്നും കൺഫേം ചെയ്തുകൂടെ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആസ് ആൻ ഇന്നർ ആംഗിൾ. എന്താ പറഞ്ഞത്, വൺ ഔട്ടർ ആംഗിൾ. അപ്പം ഞാനിവിടെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഒന്ന് എഴുതി വെക്കട്ടെ. ഇന്നർ ആംഗിൾ, അതേപോലെ തന്നെ ഔട്ടർ ആംഗിൾ. എന്താണ് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും? വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആസ് ആൻ ഇന്നർ ആംഗിൾ. വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആസ് ആൻ ഇന്നർ ആംഗിൾ. വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആസ് ആൻ ഇന്നർ ആംഗിൾ. കണ്ടോ, ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ട്വൈസ് ഇസ് ഇന്നർ ആംഗിൾ അല്ലേ, ഇന്നർ ആംഗിളിൻ്റെ ട്വൈസ് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരിക? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ അത് 180 ആണെന്ന് നമുക്കറിയാം അല്ലേ, ശരിയല്ലേ? അപ്പം ഞാനിവിടെ എഴുതേണ്ടത് എക്സ് പ്ലസ് അത് ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ അല്ലേ. ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x എന്ന് വരും. 3x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും ഇവിടെ? 60 ഡിഗ്രി. ഉണ്ടോ, 60 ഡിഗ്രിയാണ് ഇന്നർ ആംഗിൾ. അപ്പോൾ 60 ഡിഗ്രി ഇന്നർ ആംഗിൾ, എല്ലാ ആംഗിളും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ ഒരു ധാരണ തരാം. 60 ഡിഗ്രിയാണ് ഇന്നർ ആംഗിൾ എങ്കിൽ ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 60 ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഔട്ട് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എല്ലാം എത്ര ഡിഗ്രിയാ പറയും? ഇവിടെ എത്ര ഡിഗ്രിയാ, ഇവിടെ എത്ര ഡിഗ്രിയാ, ഇവിടെ എത്ര ഡിഗ്രിയാ? 120 ഡിഗ്രിയാ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഞാനിവിടെ ഇതാണ് ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ അല്ലേ. അപ്പോൾ 360 ഡിഗ്രി അല്ലേ ഇന്നർ ആംഗിളിൽ. അപ്പോൾ ദെർഫോർ വൺ ആംഗിൾ കേട്ടോ, വൺ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 60, ദാറ്റ്സ് ഈക്വൽ ടു വൺ ഇന്നർ ആംഗിൾ എഴുതണേ. വൺ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 60, ദാറ്റ്സ് ഈക്വൽ ടു 3. സോറി, വൺ ഇന്നർ ആംഗിൾ എന്നല്ല, നമ്പർ ഓഫ് ഇന്നർ ആംഗിൾ മാറിപ്പോയാൽ മാറ്റി എഴുതണം. നമ്പർ ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 60, ദാറ്റ്സ് ഈക്വൽ ടു 3. അപ്പോൾ നിങ്ങൾക്ക് വൺ നമ്പർ ഓഫ് ഇന്നർ ആംഗിൾ കിട്ടി അല്ലേ. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ. അപ്പോൾ അതിൻ്റെ ആൻസർ പറ. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? 60 ഡിഗ്രി അല്ലേ. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്ര സൈഡ് ഉണ്ടാവും? 3 സൈഡ് അല്ലേ. നമ്പർ ഓഫ് ആംഗിളും നമ്പർ ഓഫ് സൈഡും സെയിം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് 2-3 പ്രാവശ്യം കേട്ട് നോക്കുക കേട്ടോ. കേട്ടിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.